കഴുത ശരിക്കും പറഞ്ഞ ഇത്തിരി ബുദ്ധി കുറവായിട്ടുള്ളൊരു ജീവിയാണ് കഴുത. തുടങ്ങാല്ലേ? മോഹൻലാലിന് ഇപ്പൊ ബ്ലോഗ് എഴുത്തിന്റെ കാലഘട്ടമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പക്ഷെ ചില സമയങ്ങളിൽ മാത്രമേ മോഹൻലാലിന്റെ പേന തെളിയൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ലേഖനം എഴുതുവാനും ബ്ലോഗ് എഴുതുവാനും ലാലേട്ടന് ഇപ്പൊ ചെറിയ ആഗ്രഹം കൂടുതലാണ്. എന്തൊക്കെ അറിയണം? നല്ലോണം കലക്കി ഒരു കപ്പ് ദേശസ്നേഹം കൂടി എടുക്കട്ടെ ലാലേട്ട എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഇപ്പൊ ചെറുപ്പക്കാരെത്തി നിൽക്കി. ഒരു കപ്പ് ദേശസ്നേഹം കൂടി എടുക്കട്ടെ ലാലേട്ട എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഇപ്പൊ ചെറുപ്പക്കാരെത്തി നിൽക്കി. ഒരു മാറ്റമില്ല, പഴയ കോലം, പഴയ കള്ളത്തരം. അപ്പൊ ശരി എന്നാ ബാക്കി പറ. പട്ടാളത്തെ മഹിമപ്പെടുത്തിക്കൊണ്ട് ജെഎൻയുവിൽ നടക്കുന്ന ഐതിഹാസിക സമരത്തെ കാണുവാൻ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരും. മൂന്നാമത്തത് കേട്ടപ്പോ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഭാഷയെ പറഞ്ഞ പെറ്റ തള്ള സഹിക്കൂല. നല്ലെണ്ണ നിന്റെ തലയിൽ തേച്ച് കുളിക്കാത്തതിന്റെ കുറവ് ധാരാളം ഉണ്ടടി. ലോകത്തിന് മുമ്പിൽ കേരളം സമ്മാനിച്ച അതുല്യ പ്രതിഭയായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. പക്ഷേ ആ ബഹുമാനം എന്നും ഒരു ലൈസൻസ് ആയി കൊണ്ട് നടക്കുവാൻ മോഹൻലാൽ വിചാരിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ് ആരും വരില്ല. എന്നാ ചേട്ടനും ചാട് ചാട്. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.